നമ്മൾ കൊച്ചിയിലേക്ക് ആലുവയിൽ ഇപ്പോൾ മാതാ തിയേറ്ററിന് മുന്നിൽ YS അഭിനന്ദ് ഉണ്ട്. അഭിനന്ദ്, എന്താണ് അവിടുത്തെ പ്രതികരണങ്ങൾ? എന്താണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കാരണം അവനൊക്കെ ഭാഗ്യവാനാണ്, ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ഡയറക്ടറുടെ ഒരു ഡ്രീമാണ് ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്യാൻ. അത് രാജുവിന് കിട്ടി. തിയേറ്റർ എക്സ്പീരിയൻസ് ഐമാക്സിൽ വരുന്ന ആദ്യ പടമാണ്. ഐമാക്സിൽ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് ഇനി എന്തായാലും ഞാൻ വേറൊരു പടം ദിവസത്തിൽ പോയിട്ട് ലുലു മോളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഐമാക്സിൽ കണ്ടു കഴിഞ്ഞാൽ രാജു ഇന്നലെ പറയുന്നത് കേട്ടു ഈസ് ഹാപ്പി. ബട്ട് ഐമാക്സിൽ അല്ലാതെ ഷൂട്ട് ചെയ്ത് ഫോർമാറ്റ് ഫുൾ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഐമാക്സിന് വേണ്ടി കൺവേർട്ട് ചെയ്താണ്. അപ്പം അതിനകത്തുള്ള എക്സ്പീരിയൻസ് കൂടെ ഒന്ന് കാണണം. ശരിക്കും സിനിമയുടെ മൂന്നാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കാവുന്ന തരത്തിൽ അത് നമുക്ക് എങ്ങനെയായാലും ആ ഒരു മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി വേണ്ടിക്കാം. സിനിമയുടെ ഒരു വിജയമാണ് ഇപ്പോൾ പങ്കുവച്ചത് നമ്മുടെ പ്രിയപ്പെട്ട പങ്കുവച്ചിരിക്കുന്നു. ഏറ്റവും വലിയ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മേജർ രവി സംസാരിക്കുകയായിരുന്നു. ഇനി നമ്മൾ YS അഭിനന്ദിലേക്ക് പോകുന്നു. ആലുവയിലാണ് അഭിനന്ദ് ഉള്ളത്. അതെ. അപ്പോ അഭിനന്ദ് ചേരുന്നുണ്ട് മാതാ തിയേറ്ററിൽ നിന്ന്. അഭിനന്ദ്, നമ്മൾ എന്താണ് കോഴിക്കോട്ടെയും കൊച്ചിയിലെയും പ്രതികരണങ്ങൾ കണ്ടു. ഇനിയിപ്പോൾ ഇതാ നേരത്തെ കവിതാ തിയേറ്ററിലെ പ്രതികരണം കണ്ടു. ആലുവയിലെ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത്? വിജയകുമാർ, കൊച്ചിയിലെയും കോഴിക്കോടും പോലെ തന്നെ ആലുവ മാതാ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങി വരുന്ന ഓരോ പ്രേക്ഷകരും വലിയ രീതിയിലുള്ള ആവേശമാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. മികച്ച പ്രതീക്ഷയ്ക്കൊക്കെ തന്നെയുള്ള വിജയമാണ്. ശ്രീപൻ നെടുമ്പള്ളിയുടെയും എബ്രഹാം ഖുറേഷിയുടെയും കൃത്യമായ പുറത്തേക്ക് വരുന്ന ദൃശ്യമാണ് സിനിമ കണ്ടതിന് ശേഷം. അവിടെ നല്ല തിക്കും തിരക്കുകൊണ്ട് നിങ്ങൾക്കറിയുന്ന വലിയ ആവേശത്തോടെയാണ് ഈ എമ്പുരാനുള്ള സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ നിറയെ മോഹൻലാൽ ഫാൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. പടം നല്ല പടമാണ് നോക്കണം. അപ്പൊ ഈ പടം വിജയിച്ചു ഞാൻ പടം അടിപൊളി, ഒരു രക്ഷയില്ല. എല്ലാരും അടിപൊളിയാണ്, എല്ലാരും കലക്കലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കേൾക്കാൻ പറ്റുള്ള അത് പടം കണ്ടന്നെ അറിയാം, അത് നല്ലത്. വിജയകുമാർ, ഇവിടെ കേൾക്കുന്നതിനൊക്കെ ഒരു പ്രശ്നമുണ്ട്. കാരണം അത്രമാത്രം ആഘോഷം ഇപ്പോൾ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആലുവ മാതാ തിയേറ്ററിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും തകർപ്പൻ വിജയമാണ് എമ്പുരാന് ഇപ്പോൾ ആദ്യ ഒരു ഷോ കഴിഞ്ഞ ശേഷം മലയാളികൾ സമ്മാനിച്ചിട്ടുള്ളത്. വിജയകുമാർ, ഷോ കഴിഞ്ഞ ആരാധകരൊക്കെ പുറത്തേക്ക് വരികയാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. ഇത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ രാവിലെ 6 മണിക്ക് തന്നെ വന്നത്. അതായത് കഴിഞ്ഞ ലൂസിഫറിനും അതുപോലെ തന്നെ ആയിരുന്നു, ഇതും അതുപോലെ തന്നെ അത്രയും ആവേശത്തിലാണ്. തീർച്ചയായിട്ടും വെയിറ്റിംഗ് ആണ്, അതിനും വെയിറ്റിംഗ് ആണ്. ഞാൻ ഇവിടെ സംസാരിക്കുന്നു. അതുപോലെ ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച മഞ്ജു വാര്യരും ആ വാഹനത്തിലുള്ള മഞ്ജു വാര്യർ പ്രതികരിച്ചു എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും വലിയ തിക്കും തിരക്കുമാണ്. വളരെ ആവേശത്തോടെയാണ് കുറച്ചു കാലത്തിന് ശേഷം ഇത്തരം ഒരു പടത്തെ എതിരേൽക്കാൻ പ്രേക്ഷകരെല്ലാം എത്തിയത്. ഒരുപക്ഷെ സിനിമ കുറച്ചുകൂടി, മലയാള സിനിമ ഇൻഡസ്ട്രി കുറച്ചുകൂടി നല്ല വഴിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സുരാജ് വെഞ്ഞാറമൂടിന്റെ ആദ്യ അഭിനയമൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെ അഭിനേതാക്കളെല്ലാം തന്നെ ഇന്ന് രാവിലെ തന്നെ 7 മണിക്ക് എത്തിയത് മേജർ രവിയൊക്കെ പ്രതികരിച്ചു. വിജയകുമാർ ഒരു രഹസ്യം